കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇന്ന് എളുപ്പത്തിനൊരു സിമ്പിളായിട്ടൊരു ഗ്രീൻ പീസ് കറി വെച്ചാലോ. അപ്പം ഞാൻ 100 ഗ്രാം ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർന്ന് ഇതിനെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാനിലേക്ക് ഇടാം. എന്നിട്ട് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഗ്രീൻ പീസ് പാനിലേക്ക് ഇട്ടു. ഇതിൽ ഇനി ആവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു സവാള 4ആയിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി 4ആയിട്ട് അരിഞ്ഞത്, 2 പഴുത്ത പച്ചമുളക് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പച്ചമുളക് ഞാൻ കീറിയിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ എരി വേണ്ടാത്തവർ അത് എടുത്ത് കളയും. എരി അതിൽ ആവശ്യത്തിന് പിടിക്കും. പിന്നെ 2 വെളുത്തുള്ളി 4ആയിട്ട് ചതച്ചത്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിക്കാം. നമുക്ക് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇനി ലേശം ഉപ്പൊഴിച്ച് കൊടുക്കാം. ഇത് വെച്ചിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. നമ്മുടെ ഗ്രീൻ പീസ് ഇത് കണ്ടോ, നമ്മുടെ ഗ്രീൻ പീസ് ഹാഫ് വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉരുളൻകിഴങ്ങ് ഇതുപോലെ അരിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ഇടുകയാണ്. കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങിന് വേവ് കുറവായതുകൊണ്ടാണ്. ഹാഫ് വേവ് ആകുമ്പോഴത്തെ ഗ്രീൻ പീസ് നിങ്ങൾക്കറിയാം അത്യാവശ്യം വേവുള്ള ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഹാഫ് വേവ് ഹാഫ് വേവ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇടാം. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനൊന്ന് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കിഴങ്ങും കൂടി അതിൽ വേണം. നല്ല ഗ്രീൻ പീസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, ഉരുളൻകിഴങ്ങ് ഉണ്ടെങ്കിൽ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് അര വേവാവുന്ന ടൈമിലേക്ക് നമുക്ക് അതായത് 1/4 ടീസ്പൂണ് നമുക്ക് അതായത് നമുക്ക് 1/2 കപ്പ് തേങ്ങ നമ്മൾ തിരുകിയത്, അതിൽ നമുക്ക് 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി, അതുപോലെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കറി മസാല ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പെരിഞ്ചീരകം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ച പെരിഞ്ചീരകം, കറി മസാല എല്ലാം പൊടിച്ച് വെച്ചാൽ നമ്മൾ ഇട്ടു. അപ്പം നമ്മുടെ ഗ്രീൻ പീസിന് നല്ല ടേസ്റ്റ് കിട്ടും. അപ്പം തേങ്ങയും ഹാഫ് കപ്പ് തേങ്ങ, ഹാഫ് കപ്പ് ടീസ്പൂണ് പെരിഞ്ചീരകം, കറി മസാല, ഹാഫ് ടേബിൾ ടീസ്പൂണ് നമ്മൾ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ചതച്ചെടുത്ത് നമുക്കിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഗ്രീൻ പീസ് കറി തിളച്ച എല്ലാ മസാലക്കൂട്ട് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങ് എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതാ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ അരപ്പ് ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കണ്ടോ, ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അരമണിക്കൂറൂടെ, അത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് കടുക് വറുത്ത് താളിക്കാം. അപ്പം നമ്മളെ ഗ്രീൻ പീസ് കറി നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത്. ഇനി നമുക്കിതിനൊന്ന് ഉടച്ചെടുക്കാം. ഒരു തവിക്കണ വെച്ചിട്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കാം. അപ്പോഴും നമ്മളിത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ മൂക്കുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കടുകും കൊച്ചുള്ളിയും കരിവേപ്പിലയും ഒരു മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കടുക് നമ്മൾ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് താളിക്കാം. അപ്പോൾ
അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറിയിലേക്ക് നമ്മൾ താളിക്കും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.